ഇന്ത്യയുടെ ഗുരുതര വീഴ്ചകൾക്കെതിരെ രാജ്യത്തെമ്പാടും എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കനക്കുകയാണ്. രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികൾ അതിക്രൂരമായാണ് പോലീസ് നേരിടുന്നത്. തൃശ്ശൂരിൽ, അതോടൊപ്പം തന്നെ കണ്ണൂരിൽ, തിരുവനന്തപുരത്തും എസ്എഫ്ഐ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സമരമുഖത്താണ്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, നേരത്തെ ജലപീരങ്കി ഉപയോഗിച്ച് വിദ്യാർത്ഥി നേതാക്കളെ, പ്രവർത്തകരെ നേരിടാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ സമരമുഖത്ത് നിന്ന് പിന്മാറാൻ എസ്എഫ്ഐ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. എൻഡിഎക്കെതിരെയുള്ള പ്രതിഷേധം, അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ കൂടി ഈ സമരം കനക്കുകയാണ്. എന്താണ് തൃശ്ശൂരിൽ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് തൃശ്ശൂരിലെ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം? നിലവിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ് വിദ്യാർത്ഥി നേതാക്കളെ നേരിട്ടത്. വിദ്യാർത്ഥികൾ ന്യായമായ സമരമാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ അവകാശം കൃത്യമായ, അതായത് ഭാവി തുലാസിലാകപ്പെടാത്ത രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കപ്പെടണം. എൻഡിഎ പോലുള്ള ഏജൻസികളുടെ സുതാര്യത, വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിൽ പരീക്ഷകൾ നടത്തണം. ഈ തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ ആ സമരമുഖത്തെ എസ്എഫ്ഐ ആണ്. ആ എസ്എഫ്ഐയെ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടും കടുത്ത മർദ്ദനമുറകളിലൂടെയാണ് പോലീസ് നേരിടുകയും ചെയ്യുന്നത്. എന്താണ് തൃശ്ശൂരിലെ പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയുന്നത് സാരംഗ്? ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് തൃശ്ശൂരിലും എസ്എഫ്ഐ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ദേശീയ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തൃശ്ശൂർ AG ഓഫീസിന് മുന്നിലേക്ക് എസ്എഫ്ഐയുടെ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ AG ഓഫീസിന് മുന്നിലായി പോലീസ് പ്രവർത്തകരെ തടയുന്നതിന് വേണ്ടി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഈ ബാരിക്കേഡുകൾ മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇത് മൂന്നാമത്തെ തവണയാണ് എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെ ഈ പോലീസ് ജലപീരങ്കി വ്യാപകമായിട്ട് പ്രഖ്യാപിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിൽ രാജ്യത്താകെ വ്യാപകമായിട്ടുള്ള പരീക്ഷാ ക്രമക്കേടുകളാണ് നടക്കുന്നത്. വർഷങ്ങളായി വിദ്യാർത്ഥികൾ പഠിച്ച് കഷ്ടപ്പെട്ട് മത്സര പരീക്ഷകൾക്കെത്തുമ്പോൾ തോന്നുംപടിയുള്ള രീതിയിൽ ചോദ്യപേപ്പറുകൾ ചോർന്നു പോകുന്നു. വിദ്യാർത്ഥികളുടെ അധ്വാനത്തിന് പോലും യാതൊരു വിലയും കൽപ്പിക്കാതെ ഈ കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഏജൻസികളെ വഴിവിട്ട രീതിയിൽ നയിക്കുമ്പോൾ അതുമൂലം ഈ വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ അവരുടെ ഭാവിക്കുണ്ടാകുന്ന പ്രശ്നം, അത് നിസ്സാരമല്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ എസ്എഫ്ഐയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത്. അത് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ അത്തരത്തിലൊരു പ്രതിഷേധമുണ്ട്. ഇപ്പോഴിതാ തൃശ്ശൂർ എസ്എഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദേശീയ ഏജൻസി പിരിച്ചുവിടണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ദേശീയ പരീക്ഷാ ഏജൻസി പിരിച്ചുവിടണമെന്നാണ് ഈ എസ്എഫ്ഐയുടെ ആവശ്യം. കാരണം വിദ്യാർത്ഥികൾക്ക് യാതൊരുവിധ പ്രയോജനവുമില്ലാതെ അവർക്ക് ദുരിതം മാത്രം സമ്മാനിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഏജൻസികൾ ഈ പ്രവർത്തിച്ചിട്ട് നാട്ടിലെ അല്ലെങ്കിൽ രാജ്യത്തിലെ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഗുണം എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എസ്എഫ്ഐ പ്രവർത്തകർ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ഏജൻസികൾ ഇനി രാജ്യത്ത് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്താകെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇതാ നെറ്റ് പരീക്ഷ കൂടി റദ്ദ് ചെയ്തിരുന്നു. അത് ഈ പരീക്ഷാ ചോദ്യപേപ്പറിലെ ക്രമക്കേടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് അത്തരത്തിൽ ആ പരീക്ഷയും വേണ്ട എന്ന് വെക്കേണ്ടി വന്നത്. അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള എസ്എഫ്ഐ പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഗുരുതരമായ പിഴവുകളിൽ ആ ഏജൻസി തന്നെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എസ്എഫ്ഐ സമരമുഖത്താണ്. രാജ്യതലസ്ഥാനത്തും കേരളത്തിലെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും എസ്എഫ്ഐ പ്രതിഷേധ മാർച്ച് നടത്തി. എല്ലായിടങ്ങളിലും പോലീസ് അതിക്രൂരമായാണ് എസ്എഫ്ഐ പ്രവർത്തകരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് സാരംഗ് നൽകിയത്.